റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, നിന്റെ കുടുംബത്തിന് നീ എന്ത് ബാക്കി വെച്ചു? ഖുൽതു മിസ്ലുഹു, ഞാൻ പറഞ്ഞു ഇതിന്റെ അത്രയും, അഥവാ സമ്പത്തിന്റെ പകുതിയാണ് ഈ കൊണ്ടുവന്നത്, ബാക്കി അവിടെയുണ്ട്. ഖാൽ, അദ്ദേഹം പറയാണ്, വഅതാ അബൂബക്കറിൻ ബികുല്ലി മാ ഇൻദഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ അടുക്കലുള്ളത് മുഴുവനുമായിട്ടാണ് വന്നത്. ഫഖാല ലഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്ത് ബാക്കി വെച്ചിട്ടുണ്ട്? ഖാൽ, അദ്ദേഹത്തിന്റെ മറുപടി, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ അവർക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ട്. ഖുൽതു, ആ സമയത്ത് ഞാൻ പറഞ്ഞു, ലാ അസ്ബഖുക ഇലാ ഷൈഇൻ അബദാ, അബൂബക്കർ ഒരിക്കലും അങ്ങയെ മുൻകടക്കാൻ എനിക്ക് സാധ്യമല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്ന ഒരു സംഭവം കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി പറഞ്ഞു, സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം നാളെ സ്വർഗ്ഗത്തിൽ അതിലെ വ്യത്യസ്തങ്ങളായ കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളിൽ ബാബുസ്സലാത്ത് എന്ന കവാടം നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം താല്പര്യം കാണിച്ച അഹ്ലുസ്സലാത്തിനുള്ളതാണ് ആ കവാടം. അതുകൊണ്ട് തന്നെ ആ അഹ്ലുസ്സലാത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യം കാണിച്ചിട്ടുള്ള ആളുകൾ ആ കവാടത്തിലൂടെ പ്രവേശിക്കും. അതുപോലെ തന്നെ ബാബുൽ ജിഹാദ് എന്ന കവാടമുണ്ട്. അതാർക്കുള്ളതാണ്? അഹ്ലുൽ ജിഹാദിനുള്ളതാണ്, ജിഹാദിന് സന്നദ്ധരായ ആളുകൾക്കുള്ളതാണ്. ബാബു സദഖയുണ്ട്, ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചുള്ള ആളുകൾക്കുള്ളതാണ്. ബാബു സിയാമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കവാടങ്ങളെ കുറിച്ച് ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ കണിശതയും കൃത്യതയും കാണിച്ചിട്ടുള്ള ആളുകൾ പ്രത്യേകമായ കവാടത്തിലൂടെ പ്രവേശിക്കും. നോമ്പുകാർക്ക് പ്രത്യേകമായി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന കവാടം, അള്ളാഹുവിന്റെ റസൂൽ അതിന് പ്രത്യേകമായ പേരെടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ കവാടങ്ങളിലൂടെ പ്രവേശിക്കുമെന്ന് പറഞ്ഞ സന്ദർഭം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, എല്ലാ കവാടങ്ങളിലൂടെയും ഒരാൾക്ക് പ്രവേശനം ലഭിക്കുമോ? റസൂലുള്ളാഹിയുടെ മറുപടി, നഅം വ അർജു അൻ തകൂന മിൻഹും യാ അബൂബക്കർ, അതേ അബൂബക്കർ, താങ്കൾ അവരിൽപ്പെട്ടവനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ആശയം വിശദീകരിച്ചുകൊണ്ട് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത് താങ്കൾ അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അഥവാ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയുമുള്ള പ്രവേശനം കൊണ്ട് സൗഭാഗ്യം ലഭിച്ച മഹാനായ വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നതാണ്. ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും അദ്ദേഹം കാണിച്ചിരുന്ന വിനയവും അദ്ദേഹം കാണിച്ചിരുന്ന അങ്ങേയറ്റത്തെ എളിമയും റബ്ബിന്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അദ്ദേഹം കാണിച്ചിരുന്ന തഖ്വയെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭം കരയുമായിരുന്നു എന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്. വകാന അബൂബക്കറിൻ റജുലൻ ബക്കാ ലാ യംലികു ഐനൈ ഇദാ ഖറഅൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഏത് സന്ദർഭത്തിലും ഈറനണിഞ്ഞിരുന്നു, കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി പറയുകയാണ്, രോഗം മൂർച്ഛിച്ച ഘട്ടം, ആയിഷ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി അബൂബക്കറിനോട് കൽപ്പിക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പ്രതികരണം, പ്രവാചകരെ, എന്റെ ഉപ്പക്കതിന് സാധ്യമാകില്ല. ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ തൊണ്ടയിടറിക്കൊണ്ട് അദ്ദേഹത്തിന് ആ പാരായണം പൂർത്തിയാക്കാൻ സാധ്യമാകില്ല. അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൃദയത്തിലേറ്റിയ വിശ്വാസം. ഖുർആനിക വചനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ആ ഹൃദയത്തിലുണ്ടായി തീർന്ന ഈമാനികമായ ഉണർവാണ്, വിശ്വാസ ദൃഢതയാണ്, തഖ്വയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അധികാരത്തിന്റെ ഔന്നത്യത്തിലെത്തിയ സന്ദർഭത്തിലും വൃദ്ധയായ ഒരു സ്ത്രീ ഏകാഗിയായി താമസിച്ചു കൊണ്ടിരുന്ന ഒരു വീട്ടിലേക്ക് അവരെ പരിചരിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് ഖലീഫ പോകുന്നത് എന്നത് അറിയാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പിന്നാലെ പിന്തുടരുകയാണ്. അദ്ദേഹം കയറി ചെല്ലുന്ന കുടിൽ ലക്ഷ്യമാക്കിയിട്ട് ഇറങ്ങിപ്പോയ ശേഷം ആ വൃദ്ധയായ സ്ത്രീയോട് ചോദിക്കുന്നു, ആരാണ് ഇവിടെ വന്നിരുന്നത്? സ്ത്രീയുടെ പ്രതികരണം അറിയില്ല. ആ നല്ല മനുഷ്യൻ എന്നും ഇവിടെ വരാറുണ്ട്, എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട്.
വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫ തന്റെ ഖിലാഫത്തിന് കീഴിൽ ആരോരുമില്ലാതെ ഏകാഗിയായി കഴിയുന്ന വൃദ്ധയായ ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് അവരുടെ കൃത്യങ്ങളിൽ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം സഹായിക്കുന്ന ഏറ്റവും മാതൃകാപരമായ ഒരു സംഭവമാണ് നമുക്കവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ ഏറ്റെടുക്കാൻ സ്വയം വഹിക്കാൻ സാധിക്കാത്ത ചുമടുകൾ സ്വന്തം ശരീരത്തിൽ താങ്ങിയെടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു ഖലീഫയെ ചരിത്രത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അധികാരത്തിന്റെ ഉന്നത സ്ഥാനത്തെത്തിയിട്ടും അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരയുന്ന കണ്ണുകളോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന തഖ്വയുടെ മാതൃക. ജീവിത പരീക്ഷണങ്ങളിലെല്ലാം തന്നെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉറച്ചു നിൽക്കുകയും റസൂലിന്റെ വഫാത്തിന് ശേഷമുള്ള 2.25 വർഷത്തോളം വരുന്ന ആ കാലഘട്ടത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും മാതൃകാപരമായ ഒരു ഭരണം കാഴ്ചവെക്കുകയും ചെയ്ത മഹത്തായ വ്യക്തിത്വം. അവിടെ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേര് കേൾക്കുമ്പോൾ വിശ്വാസി പ്രതികരിക്കുന്നു, റളിയല്ലാഹു അൻഹു. അള്ളാഹു അദ്ദേഹത്തെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. നന്മയുടെ മാതൃകയായി ലോകത്തിന്റെ മുമ്പിൽ ജീവിച്ച് വിനയത്തിന്റെ പരമകാഷ്ഠയിലെത്തിക്കൊണ്ട് തന്റെ ഇബാദത്തുകളിൽ കണിശത പാലിച്ചുകൊണ്ട് ജീവിത വിശുദ്ധിയുടെ കാര്യത്തിൽ മാതൃക കാണിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിത്വം ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിലെ രംഗങ്ങളിൽ മുഴുവൻ പ്രവാചകനെ നിഴലെന്തോണം പിന്തുടരുകയും മരണാനന്തരം ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിൽ പ്രവാചകന്റെ ഖബറിന് സമീപത്ത് തന്നെ മറമാടപ്പെടുകയും ചെയ്ത മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലെ തന്റെ കൂട്ടുകാരനായി അബൂബക്കറിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോയ മഹത്തായ വ്യക്തിത്വം എന്റെയും നിങ്ങളുടെയും മുമ്പിൽ നിലനിൽക്കുന്നു. അങ്ങേയറ്റ ഔന്നത്യം വെച്ച് പുലർത്താതെ റസൂലിന്റെ നാവിൽ നിന്ന് പോലും അബൂബക്കർ സ്വർഗത്തിലാണ് എന്ന് കേട്ടിട്ട് പോലും ഉറങ്ങാതെ ദീനിനു വേണ്ടി അധ്വാനിച്ച, ഉറങ്ങാതെ ഇബാദത്തുകളിൽ മുഴുകിയ, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ സന്ദർഭങ്ങളിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കൊണ്ട് കണ്ണുകൾ ഇറനണിഞ്ഞ ആ മഹത്തായ മാതൃക നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. ആ വിനയം നമുക്ക് പകർത്തേണ്ടതുണ്ട്. ആ ഇബാദത്തിനോടുള്ള താല്പര്യം നമുക്ക് പകർത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിനോടുള്ള സ്നേഹവും താല്പര്യവും നമുക്ക് പകർത്തേണ്ടതുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. ഞാനും നിങ്ങളും നമസ്കാരത്തിൽ 17 തവണ നിർബന്ധപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞുകൊണ്ട് നേരായ മാർഗത്തിൽ നാഥ നീ ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ഏതാണ് ആ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ അനുഗ്രഹത്തിന് വിധേയരായ ആളുകളുടെ മാർഗം. ആരാകുന്നു അനുഗ്രഹത്തിന് വിധേയരായ ആളുകൾ? അല്ലാഹുവിന്റെ റസൂലും പ്രാർത്ഥിച്ചിട്ടുണ്ട് മരണത്തിന്റെ സമയത്ത്, മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. 4 വിഭാഗമാണവർ, 4 കൂട്ടരാണവർ. നബിമാർ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. അവരാകുന്നു അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾ. ആ അനുഗ്രഹം ലഭിച്ച വിഭാഗത്തിൽപ്പെട്ടവരാകുന്നു സഹാബത്ത്. ആ സഹാബത്തിലെ അഗ്രഗണ്യനായ മഹാനായ വ്യക്തിത്വം, അതുല്യമായ മാതൃക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്ന് ഷിയായിസത്തിന്റെ വക്താക്കൾ, ഇസ്ലാമിക ആദർശത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആ മഹൽ വ്യക്തിത്വത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നെങ്കിൽ നമുക്കൊരു ബാധ്യതയുണ്ട്. സഹാബത്തിനോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട്, സഹാബത്ത് പഠിപ്പിച്ചു തന്ന മാതൃകയെ അനുധാവനം ചെയ്തുകൊണ്ട്, ആ സഹാബത്ത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ സംബന്ധിച്ച് എങ്ങനെ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട സമയത്ത് മനസ്സിലാക്കി ആ രൂപത്തിൽ ആ ആയത്തുകൾക്ക് വ്യാഖ്യാനം നൽകിക്കൊണ്ട് ആ സഹാബത്തിന്റെ മൻഹജിനെ മുറുകെ പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്വം, ആ മാർഗത്തിൽ ചരിക്കാൻ കാരുണ്യവാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചതുപോലെയുള്ള മഹത്തരമായ ഒരു ജീവിത മാതൃക, ഈമാനിന്റെയും തഖ്വയുടെയും വിനയത്തിന്റെയും നന്മകളിലുള്ള മാത്സര്യബോധത്തിന്റെയുമുള്ള മഹത്തരമായ മാതൃക പിന്തുടർന്നുകൊണ്ട് നബിമാരും സുദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹുകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്വർഗത്തിൽ അവരോടൊപ്പം ഒന്നിച്ചു കഴിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹങ്കാരവും കാപട്യവും അതുപോലെയുള്ള വെറുക്കപ്പെട്ട എല്ലാ സ്വഭാവങ്ങളെയും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി വിശുദ്ധി പാലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പരീക്ഷണ രംഗങ്ങളിലും ഈമാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ റഹ്മാനായ റബ്ബ് നമ്മെ സഹായിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ